എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് പ്രൊബേഷണറി ഓഫീസേഴ്സ് ആണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് bank.sbi/web/careers/current openings ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ടായിരിക്കും. 3 ഫേസ് എക്സാമാണ് വരുന്നത്. ഫേസ് 1 പ്രിലിമിനറി എക്സാമാണ്. ഫേസ് 2 മെയിൻ എക്സാം. അതുപോലെ തന്നെ ഫേസ് 3 ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത്. SC ST OBC അല്ലെങ്കിൽ EWS കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാത് റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലെയർ ആയിരിക്കണം. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ആകെ വേക്കൻസി വരുന്നത് 600 വേക്കൻസിയാണ്. ഇതിൽ SC 87, ST 57, OBC 158, EWS 58, അൺറിസർവ്ഡ് 240 എന്നിങ്ങനെ 600 വേക്കൻസിയാണ് ആകെ ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16 ഫേസ് 1 ഓൺലൈൻ എക്സാം വരുന്നത് മാർച്ച് 8 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും. റിസൾട്ട് വരുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും. ഇനി ഫേസ് 2 ഓൺലൈൻ എക്സാം വരുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലായിരിക്കും. ഫേസ് 3 എക്സാം വരുന്നത് മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലായിരിക്കും. ഫൈനൽ റിസൾട്ട് വരുന്നത് മെയ് മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഷെഡ്യൂൾ വരുന്നത്. SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സിന് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഈ ട്രെയിനിങ്ങിൻ്റെ കോൾ ലെറ്റർ വരുന്നത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലായിരിക്കും. ട്രെയിനിങ് നടക്കുന്നത് ഫെബ്രുവരിയിലായിരിക്കും. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം. 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷിക്കാൻ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഏപ്രിൽ 30 മുമ്പായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് 3 ഫേസ് എക്സാം വരുന്നുണ്ട്. ഫേസ് 1 വരുന്നത് പ്രിലിമിനറി എക്സാം ആണ്. ആകെ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. സബ്ജക്ട്സ് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആണ് വരുന്നത്. അടുത്തത് മെയിൻ എക്സാമാണ്. മെയിൻ എക്സാമും ഓൺലൈൻ തന്നെയാണ്. 200 മാർക്കിനാണ് എക്സാം വരുന്നത്. സബ്ജക്ട്സ് നോക്കാം. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ജനറൽ അവയർനെസ് ഓർ എക്കണോമി ഓർ ബാങ്കിങ് നോളജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. കൂടാതെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും നോക്കുന്നത്. അതുകൂടി ചേർത്ത് 250 മാർക്കാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഫേസ് 3 എക്സാം വരുന്നുണ്ട്. അതിൽ വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. ടോട്ടൽ 50 മാർക്കിനാണ് വരുന്നത്. ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് 2 മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമിൻ്റെ റിസൾട്ട് ബാങ്കിൻ്റെ സൈറ്റിൽ വരുന്നതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ വരുന്നത് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ്. ഈ സ്ഥലങ്ങൾ വരുന്നത് പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങും ഇവിടെ ആയിരിക്കും.
ഇനി മെയിൻ എക്സാം സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. എറണാകുളം തിരുവനന്തപുരമാണ് മെയിൻ എക്സാം വരുന്നത്. അപ്പോൾ ഇതാണ് എക്സാം സെൻട്രൽ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് ബേസിക് പേ 48,480 രൂപയാണ്. 48,480 മുതൽ 85,920 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അൺറിസർവ്ഡ് EWS OBC കാറ്റഗറിക്ക് 750 രൂപയാണ്. SC ST കാറ്റഗറിക്കും PWBD കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC ST OBC കാൻഡിഡേറ്റ്സിന് എക്സാമിന് മുമ്പ് ഓൺലൈനായിട്ടൊരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് bank.sbi/web/careers/current openings ആണ്. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിക്ലറേഷൻ്റെ മാറ്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് എഴുതുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഇസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. I will present the supporting documents as and when required. The signature, photograph and left thumb impression is of mine. ഇതാണ് മാറ്റർ. ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ ID പ്രൂഫിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം. അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. മറ്റെന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസറായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16 ആണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലെയുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.